കലോത്സവത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആളാണ്. അപ്പൊ നമ്മൾ എല്ലാ നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ആൾക്കറിയാം. ഇവന്റ്സ് ഒരു കോമ്പറ്റീഷൻ നടക്കുക എപ്പോഴും യൂണിവേഴ്സിറ്റി കോളേജ്, മാറി വാല്യൻസ്, സ്വാതിരിമാർ കോളേജ്, അങ്ങനെയാണ് പൊതുവെ കലോത്സവത്തിൽ മത്സരങ്ങൾ നടക്കാറുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ എനിക്ക് 2 ഫസ്റ്റ്. പക്ഷെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇപ്പം എനിക്ക് ഫസ്റ്റ് കിട്ടും. ഇതിനു മുന്നേ ഞാൻ കലാതിലകമാവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. ഇത് കിട്ടിയത് മേബി ഒരു വളരെ നല്ലൊരു മുഹൂർത്തത്തിൽ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ ഒറ്റ സങ്കടമേ ഉള്ളൂ, എനിക്കത് കിട്ടിയത് ഏറ്റവും എൻജോയ് ചെയ്യുന്ന ആളെന്റെ കൂടെ ഇല്ല എന്നൊരു സങ്കടം മാത്രമാണ് എനിക്കുള്ളത്. അപ്പൊ ഈ മൊമെന്റ് എന്ന് പറഞ്ഞാൽ, പക്ഷെ ഇതിലെ ഏറ്റവും വലിയ കാര്യം കലാതിലകംന്നുള്ള സാധനം എനിക്ക് സ്റ്റേജിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഞാൻ പേരൂർക്കട സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റുഡൻസിന്റെ ഒരു കോൾ വന്നിട്ട് തന്റെ കലാതിലകം ഇരിപ്പുണ്ട്, പെട്ടെന്ന് വന്ന് എടുത്തോണ്ട് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു യുദ്ധത്തിന്റെ അവസാനത്തില് ആണ് അങ്ങനെ ഞാൻ രാഹുൽ സാറും കൂടെയാണ് പോയി സ്റ്റുഡൻസ് സെന്ററിൽ നിന്ന് കലാതിലകം ഏറ്റു വന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന 20 പോയിന്റ്സ് ആണുള്ളത്. എനിക്ക് തോന്നുന്നു കലാതിലകത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഏറ്റവും കുറച്ച് പോയിന്റ് കിട്ടിയത് എനിക്കായിരിക്കും. കാര്യം 25-30 പോയിന്റാണ് സാധാരണ കലാതിലകത്തിന് കിട്ടാറ്. പക്ഷെ ഇത് ഡാൻസ് ഇവന്റ്സ് എല്ലാം സ്പ്ലിറ്റ് ആയി പോയപ്പോ പാവപ്പെട്ട എനിക്ക് അതിന്റെ ഇടയ്ക്കൊക്കെ വന്ന് 20 പോയിന്റ് അങ്ങ് വന്നു പോയതാ. അപ്പൊ പക്ഷെ എനിക്ക് ഞാൻ നല്ല ഹാപ്പിയാണ് എനിക്ക് കിട്ടിയത്. മേ ബി കുറെ നാളുകൊണ്ട് ശ്രമിക്കുന്നത് കൊണ്ടാവാം ഇത്തവണ ശ്രമിക്കാത്ത അത്ര പ്രാക്ടീസ്, ബാക്കിയുള്ള സമയം വെച്ച് നോക്കുമ്പോൾ പ്രാക്ടീസ് കുറഞ്ഞാണ് ഇത്തവണ എനിക്ക് വന്നത്. പിന്നെ ഈ ഒരു അവസരം എന്റെ പല ടീച്ചേഴ്സ് എന്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ട എന്റെ ഏറ്റവും നല്ല ടീച്ചർ ഞാൻ എന്ന് പറഞ്ഞോളാം എന്റെ അച്ഛനാണ്. കുഞ്ഞിലെ എനിക്ക് വിക്കുള്ളപ്പോ മുതൽ ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ അറിയാത്ത എന്നെ വിക്തമാവാൻ വേണ്ടി പഠിപ്പിച്ച അക്ഷരശ്ലോകമാണ്. അങ്ങനെയാണ് ഞാൻ ഈ മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഇതിനകത്തോട്ട് എത്തുന്നത്. അന്ന് തുടങ്ങി അതിനുശേഷം ഇന്ന് കുറച്ച് സാൻസ്ക്രിറ്റ് കോളേജിലെ ഉണ്ണികൃഷ്ണൻ സാറെന്ന ഒരു സാറുണ്ട്. സാറിന്റെ മകളെക്കാൾ സാർ എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാനും സാറിന്റെ മകളും കൂടെ മത്സരം വന്നപ്പോൾ എനിക്ക് വേണ്ടി വാദിച്ച എന്റെ ഗുരുവുണ്ട് ഉണ്ണികൃഷ്ണൻ സാറ്. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ലൈഫിൽ, ഒരുപാട് ടീച്ചേഴ്സ് നമ്മുടെ ലൈഫിലുണ്ട്. നല്ലവർ കാണും. നമ്മൾ ചില ടീച്ചേഴ്സ് നമുക്ക് നല്ല അടുത്ത ടീച്ചേഴ്സ്, നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നമ്മുടെ പല പ്രശ്നങ്ങളും തുറന്ന് പറയാൻ പറ്റുന്ന ആളുകൾ കാണും. ചിലരങ്ങനെ ആയിരിക്കില്ല. എല്ലാ ടീച്ചേഴ്സിൽ നിന്നും എന്റെ അഭിപ്രായത്തിൽ എല്ലാ ടീച്ചേഴ്സിനും എന്തെങ്കിലുമൊക്കെ പാഠം നമുക്ക് പഠിക്കാനുണ്ടാവും. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും അതിനനുസരിച്ച് ഒരു നല്ല ടീച്ചർ ആവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. വളർന്നു വരുന്ന തലമുറയെ മാനേജ് ചെയ്ത് പോകണമെങ്കിൽ ജനാധിപത്യപരമായും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയും ഉള്ള ഒരു നല്ല അധ്യാപക സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ എന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ കുറ്റവും അവരുടെ തലയിൽ ഇട്ട് കൊടുക്കാതെ നമ്മളും മാറി, നമ്മൾ ആ ജനറേഷൻ അനുസരിച്ച് മാറി അവരുടെ താല്പര്യങ്ങളും കൂടെ ഉൾക്കൊണ്ട് അവരെ നേരായ വഴിയിൽ കൊണ്ടുവന്നാൽ അവര് നേരെ പോകും എന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.